ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ളിലെ അധോലോകം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബിടെക് S1 സീരീസിലെ ഇൻ്റഗ്രൽസ് യൂസ് ചെയ്തിട്ട് വോളിയം കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലത്തിലേക്കാണ്. അപ്പോൾ പ്രോബ്ലം നമ്മൾ എടുക്കുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് സോളിഡ് ബൗണ്ടഡ് ബൈ ദ സിലിണ്ടർ h² + y² = 4 ആൻഡ് പ്ലെയിൻ y + z = 4 z = 0. z = 0 എന്ന് പറഞ്ഞാൽ xy പ്ലെയിൻ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്, വോളിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വോളിയത്തിൻ്റെ ഇക്വേഷൻ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് r ZdA എന്നെടുക്കാം. ഇതിലെ സെഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ തന്ന കണ്ടീഷനിൽ കണ്ടുപിടിക്കാൻ പറ്റും. z = 4 - 5 എന്ന് നമുക്ക് ഇന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഈ സെഡ് എന്ന് പറയുന്നത് 4 - 5 ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിൻ്റെ ബോട്ടം എന്തായിരിക്കും, ഒരു സർക്കിളായിരിക്കത്തില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ എന്ന് പറയുന്നത് ആ സിലിണ്ടറിൻ്റെ ബോട്ടം സർഫസിൽ വരുന്നത് h² + y² = 4 എന്ന ഒരു സർക്കിളിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 2 ആയിരിക്കും ഈ സർക്കിളിൻ്റെ. പിന്നെ ഇത് കട്ട് ചെയ്യുന്നത് y + z = 4, അതായത് ഇങ്ങനെയായിരിക്കും ഇതിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇത് കണ്ടുപിടിച്ച് വെച്ച് h² + y² = 4 ആണെങ്കിൽ ഈ ബോട്ടമിൽ വരുന്നത് 2 റേഡിയസുള്ള ഒരു സർക്കിളായിരിക്കും. അപ്പോൾ ഇതിന്ന് y² കണ്ടുപിടിക്കുക. y എന്ന് പറയുന്നത് എന്താണ്, ± √4 - h² അല്ലേ. അപ്പോൾ ഇതിൻ്റെ y ലിമിറ്റ് പറയുന്നത് ഇതിന് അവർ പ്രത്യേകിച്ച് ഇന്ന പ്ലെയിനെന്നോ അല്ലെങ്കിൽ ഇന്ന ക്വാഡ്രൻ്റെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഫുൾ എടുക്കണം. അപ്പോൾ ഇവിടെ -√4 - h², അതായത് താഴെ മുതൽ ഇതുവരെ സ്ട്രിപ്പ് എടുക്കണം. അപ്പോൾ y വേരി ചെയ്യുന്നത് -√4 - h² ടു √4 - h² ആണ്. അതുപോലെ h വേരി ചെയ്യുന്നത് അങ്ങോട്ടാണ്, -2 മുതൽ 2 വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഇൻ്റഗ്രലിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പോവുകയാണ് ആ ലിമിറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇൻ്റഗ്രൽ ഓഫ് r ZdA. ഡി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ dy/dx സ്ട്രിപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റിന് നമ്മൾ 4 - 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി എക്ക് നമ്മളിപ്പോൾ എടുത്ത സ്ട്രിപ്പ് ഉണ്ട്, അതായത് dy/dx എന്നുള്ള ഫോമിലേക്ക് നമ്മളതിൻ്റെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ -√4 - h² മുതൽ √4 - h² വരെ y വേരി ചെയ്യുന്നു, -2 മുതൽ 2 വരെ h വേരി ചെയ്യുന്നു. ഇനി നോർമലായിട്ട് ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം ഇത് 16π എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വോളിയത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ഡീൽ ചെയ്യുക. xy പ്ലെയിനിലേക്ക് മാറ്റുക, അതായത് സെറ്റിന് കണ്ടുപിടിക്കുക. എന്നിട്ട് ബോട്ടമിലുള്ളത് സിലിണ്ടറിൻ്റെ ആണെങ്കിൽ സർക്കിളായിരിക്കുമല്ലോ, നമുക്കറിയാം. അപ്പോൾ ആ സർക്കിളിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട് അതിൻ്റെ സ്ട്രിപ്സ് കണ്ടുപിടിക്കുക. y വേരി ചെയ്യുന്നത് നോക്കുക, h വേരി ചെയ്യുന്നത് നോക്കുക, നോർമൽ ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.